കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്നു വീണ് വീണ്ടും അപകടം. മിഠായി തെരുവിനോട് ചേർന്നുള്ള മൊയ്തീൻ പള്ളി റോഡിലെ മൊബൈൽ ഷോപ്പിന്റെ സൺഷെയ്ഡും മേൽക്കൂരയുമാണ് വൈകിട്ട് 5 മണിയോടെ തകർന്നു വീണത്. തിരക്കേറിയ സമയത്താണ് അപകടമുണ്ടായതെങ്കിലും ആർക്കും പരിക്കേൽക്കാത്തത് വലിയ ആശ്വാസമായി. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണിത്. 2 മാസം മുമ്പ് വലിയങ്ങാടിയിൽ സമാനമായ രീതിയിൽ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്ന് 4 പേർ മരിച്ചിരുന്നു. ആ സംഭവത്തിന് പിന്നാലെ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. മാവേലിക്കരയിൽ വിഗ്രഹവും കാണിക്കവഞ്ചിയും മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. തഴക്കഴ വലിയ തറയിൽ പുത്തൻ വീട്ടിൽ രാജേഷിനെയാണ് വെൺമണി പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 25-ന് വെൺമണിയിലുള്ള കുതിരവട്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പാറച്ചന്ത ജംഗ്ഷനിലുള്ള മണ്ഡപത്തിൽ നിന്നും വെള്ളിയിൽ നിർമ്മിച്ച 1.5 ലക്ഷം രൂപ വില വരുന്ന അയ്യപ്പ വിഗ്രഹവും ഓടിൽ നിർമ്മിച്ച തൂക്കുവിളക്കും കെണ്ടിയും കാണിക്കവഞ്ചിയിലുണ്ടായിരുന്ന 1500 രൂപയും ഇയാൾ മോഷ്ടിച്ചു. സമീപത്ത് തന്നെയുള്ള കുതിരവട്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചികളിൽ നിന്നും 6000-ഓളം രൂപയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് പരാതിയിൽ ഇടപെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അടിയന്തര റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. ഇന്ന് രാത്രിയോടെ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. KPCC നൽകിയ പരാതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടി. പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ വ്യാപകമായി ഇരട്ട വോട്ട് ചേർത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വികസന വാഗ്ദാനങ്ങളുമായി രാജു ചന്ദ്രശേഖർ. നിയമസഭാ മണ്ഡലത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ ശൈലിക്ക് മാറ്റം വരുത്താനാണ് താൻ മത്സരിക്കുന്നതെന്നും ഈ മാർഗരേഖ ജനങ്ങളുമായുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട് ആണെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ആറ്റുകാൽ ടൗൺഷിപ്പ് നിർമ്മാണം, ചരിത്രപ്രസിദ്ധമായ കിരീടം പാലം നവീകരിച്ച് സാംസ്കാരിക വാണിജ്യ കേന്ദ്രമാക്കുക, വിജയമോഹിനി മിൽ ആധുനികവൽക്കരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് മാർഗരേഖയിലെ പ്രധാന ഇനങ്ങൾ. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നുർബീന റഷീദ്. പാണക്കാട് കുടുംബത്തെ അവഹേളിച്ചവർക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം നുർബീന റഷീദ് ഒഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലെ കടുത്ത അതൃപ്തി വാർത്താ സമ്മേളനത്തിൽ പരസ്യമാക്കിയാണ് രാജി. പാർട്ടി വിടില്ലെന്ന് വ്യക്തമാക്കിയ താരം നേതൃത്വത്തിന് ഇമെയിൽ വഴി രാജി കൈമാറി. ഹരിത വിവാദ നായകന്മാരെ വീണ്ടും പരിഗണിച്ചതാണ് നുർബീനയെ പ്രകോപിപ്പിച്ചത്. രഞ്ജിത്തിന്റെ വക്കാലത്തൊഴിഞ്ഞ സിനിമയിലെ ICC അംഗമായിരുന്ന അഭിഭാഷകൻ. യുവനടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത വിവാദമായതോടെ നിലപാട് തിരുത്തി സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അംഗം കൂടിയായ അഭിഭാഷകൻ രഞ്ജിത്തിന്റെ വക്കാലത്തൊഴിഞ്ഞതായി അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് അറിയിച്ചു. ICC അംഗമായിരുന്ന സിയാദ് രഞ്ജിത്തിനായി വക്കാലത്തെടുത്തത് വിവാദമായിരുന്നു. കേരളത്തെ വഞ്ചിച്ച അർജന്റീന ഫുട്ബോൾ ടീമിനെതിരെ കേസ് കൊടുക്കുമെന്ന് വി അബ്ദുറഹ്മാൻ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കാത്തതിൽ ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ടീം കേരളത്തെ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലെന്നും വഞ്ചന കാട്ടിയ ടീമിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടീം വരാത്തതിലുള്ള തന്റെ വലിയ നിരാശ ആരോട് പറയുമെന്ന് ചോദിച്ച മന്ത്രി വൈകാരികമായാണ് വിഷയത്തോട് പ്രതികരിച്ചത്. ഒരേ സമയം പ്രകടന പത്രികകൾ പുറത്തിറക്കി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി UDF-ന്റെയും LDF-ന്റെയും പ്രകടന പത്രികകൾ ഒരേ സമയം പുറത്തിറക്കി മുന്നണികൾ. LDF പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പ്രകാശനം ചെയ്തു. UDF-ന്റെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രകാശനം ചെയ്തു. രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. അമ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 നടന്നു. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചുയർന്നത്. SLS എന്ന ഭീമൻ റോക്കറ്റിൽ ഓറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് യാത്ര. ഒരു സ്ത്രീയും ഒരു കറുത്ത വർഗ്ഗക്കാരനും ഭാഗമായ ചരിത്രത്തിലെ ആദ്യ മനുഷ്യചാന്ദ്ര ദൗത്യമാണിത്. കേന്ദ്ര സർക്കാരിന് 25,000 രൂപ പിഴയിട്ട സുപ്രീം കോടതി. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വ്യവഹാരിയെന്ന് സുപ്രീം കോടതി. അനാവശ്യമായ അപ്പീലുകൾ നൽകി കോടതിയുടെ സമയം പാഴാക്കുന്ന കേന്ദ്രത്തിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജയ് ഫുവാൻ എന്നിവരടങ്ങിയ ബെഞ്ച് സർക്കാരിന് 25,000 രൂപ പിഴ ചുമത്തി.